കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള ഹാജിമാർക്ക് കടുത്ത സാമ്പത്തിക ചൂഷണം നേരിടേണ്ടി വരുന്നതായി PCJ ഹജ്ജ് കമ്മിറ്റി കോർ കമ്മിറ്റി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടനം കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റ് നിലനിർത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന സാമ്പത്തിക ചൂഷണത്തിന് വിരാമം ഉണ്ടാവണമെന്നത് മുസ്ലിം സമുദായത്തിൽ എല്ലാവർക്കുമുള്ള അവരുടെ ആത്മീയ ഒരു അഭിലാഷമാണ് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. പലരും അതിനു വേണ്ടി കാലെ കൂട്ടി സ്വരൂപിച്ച തുകകൾ ശേഖരിച്ചുകൊണ്ടാണ് ഹജ്ജ് യാത്രക്ക് ഒരുങ്ങുന്നത്. ആ സമയത്ത് കാലിക്കറ്റ് വഴി പോകുന്ന ആളുകളിൽ നിന്ന് ഭീമമായ തുകയാണ് യാതൊരു ന്യായീകരണവുമില്ലാതെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ അത് പ്രകടമായിട്ടുണ്ട്. കേരളത്തില് 3 എംബാർക്കേഷൻ പോയിന്റുകളുണ്ട്: കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഈടാക്കുന്നതിനേക്കാൾ 40,000 മുതൽ 43,000 രൂപ വരെ അധികമാണ് കാലിക്കറ്റിൽ നിന്ന് ഈടാക്കുന്നത്. സംസ്ഥാനത്തെ മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളായ കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഈടാക്കുന്നതിനേക്കാൾ കരിപ്പൂർ വഴിയുള്ള ഹജ്ജിമാരിൽ നിന്നും ഏകദേശം 40,000 മുതൽ 43,000 വരെ അധികം തുക ഈടാക്കപ്പെടുകയാണ്. 2025 ഹാജിമാരായി ഞങ്ങൾ ചില വാർത്തകളാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന്റെ പേരിലാണ് കരിപ്പൂരിനെ ഒന്നാമതായി തിരഞ്ഞെടുത്തത്. തുടർന്നാണ് ചാർജ് വർധനവ് ബോധ്യപ്പെട്ടത്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. വിവേചനം ബോധ്യപ്പെട്ട കോടതി അതിന്റെ കാരണങ്ങൾ ഒരാഴ്ചക്കകം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ഉത്തരവിട്ടുകൊണ്ട് ഹർജി തീർപ്പാക്കി. എന്നാൽ ചാർജ് വർധനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏതാനും ചില കാര്യങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിച്ചത്. സംസ്ഥാനത്തെ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമുള്ള ചാർജ് ഏകീകരിക്കുകയോ തീർത്ഥാടകരെ അവരുടെ സെക്കൻഡ് ഓപ്ഷനിലേക്ക് മാറാൻ അനുവദിക്കുകയോ ചെയ്യണമെന്നും അത് രണ്ടും സാധ്യമല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവരെ മുഴുവൻ കണ്ണൂരിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ജിദ്ദയിലേക്കുള്ള യാത്രയിൽ സംസ്ഥാനത്തെ മറ്റ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് 47 കിലോ ലഗേജ് അനുവദിച്ചപ്പോൾ കാലിക്കറ്റിൽ നിന്ന് 37 കിലോ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. മദീനയിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് ഷെഡ്യൂൾ ചെയ്ത മടക്കയാത്ര റാസൽ ഖൈമ വഴി തിരിച്ചുവിട്ടു. ഇത് 10 മണിക്കൂറിലധികം യാത്രയ്ക്ക് കാരണമായി. നേരിട്ടുള്ള യാത്രയ്ക്ക് 5 മണിക്കൂർ മതിയായിരിക്കെ 10 മണിക്കൂറിലധികം സമയമെടുത്തു. ഈ നീണ്ട യാത്രയ്ക്കിടെ ശരിയായ ഭക്ഷണമോ വിശ്രമ സൗകര്യങ്ങളോ നൽകിയില്ല. അതിനാൽ ഹജ്ജ് കമ്മിറ്റിയും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും അടിയന്തരമായി ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ സലാം ദാരിമി കരുവാരക്കുണ്ട്, കാളാക്കൽ മുഹമ്മദ്, അബ്ദുൽ മജീദ്, കെ അയ്യൂബ്, അബ്ദുൽ ജലീൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.